സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് വൻ അഴിച്ചുപണി. എം.ആർ. അജിത് കുമാറിനെ എക്സൈസ് കമ്മീഷണറായി നിയമിച്ചു. മനോജ് എബ്രഹാം വിജിലൻസ് ഡയറക്ടറാകും. വിജിലൻസ് തലപ്പത്ത് നിന്ന് മാറുന്ന യോഗേഷ് ഗുപ്തയെ ഫയർഫോഴ്സ് മേധാവിയായിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിലാണ് സംസ്ഥാന സർക്കാർ മാറ്റം വരുത്തിയിരിക്കുന്നത്. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പേരിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനം തെറിച്ച എം.ആർ. അജിത് കുമാറിന് പോലീസ് ബറ്റാലിയന്റെ ചുമതലയായിരുന്നു സംസ്ഥാന സർക്കാർ അന്ന് നൽകിയിരുന്നത്. താരതമ്യേന അപ്രധാനമായ പദവിയിൽ നിന്ന് മാറ്റി എക്സൈസ് കമ്മീഷണറുടെ ചുമതലയാണ് അജിത് കുമാറിന് പുതിയതായി സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. നിലവിൽ എക്സൈസ് കമ്മീഷണറായ മഹിപാൽ യാദവിനെ ക്രൈംബ്രാഞ്ച് ADGP-യായി നിയമിച്ചു. വിജിലൻസ് ഡയറക്ടറായ യോഗേഷ് ഗുപ്തയെ ഫയർഫോഴ്സ് മേധാവി സ്ഥാനത്തേക്കാണ് മാറ്റിയത്. ഫയർഫോഴ്സ് മേധാവിയായിരുന്ന മനോജ് എബ്രഹാമിനെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായെ മാറ്റി പോലീസ് അക്കാദമിയുടെ ഡയറക്ടറായി നിയമിച്ചു. IG സേതുരാമനാണ് പുതിയ ജയിൽ മേധാവി. ഇന്റലിജൻസ് IG ആയിരുന്ന സ്പർജൻ കുമാറിനെ ക്രൈംബ്രാഞ്ച് IG-യായി നിയമിച്ചു. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് IG ആയിരുന്ന P പ്രകാശിനെ കോസ്റ്റൽ പോലീസ് IG ആയിട്ടാണ് മാറ്റി നിയമനം നൽകിയത്. കൊച്ചി ക്രൈംബ്രാഞ്ച് IG ആയിരുന്ന A അക്ബറിനെ ഇന്റേണൽ സെക്യൂരിറ്റി IG-യായി മാറ്റിയിട്ടുണ്ട്. ജൂൺ 30-ന് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് ഷേഖ് ദർവേഷ് സാഹിബ് വിരമിക്കുമ്പോൾ വീണ്ടും പോലീസ് തലപ്പത്ത് അഴിച്ചുപണി വരും. മീഡിയ 1 തിരുവനന്തപുരം.